ഇതിനെ പൊട്ടിച്ചിട്ടെന്നെ കാര്യമുള്ളൂ. എന്തായി കാണിക്കുന്നു? ഇതെന്താ ഗുസ്തിയോ? ഗുസ്തി എന്നെ മോളെ. ശർക്കര ആയിരുന്നോ? എന്റെ മോളെ, ഇത് കൊറേ ദിവസമായിട്ട് ഈ പാത്രത്തിൽ ഇരിക്കുന്നതാ. ഒന്ന് എടുത്തു നോക്കിയതാ, അത് ഇങ്ങോട്ട് ബലം പിടിക്കുന്നു. എങ്കിൽ പിന്നെ ഇതിനെ ഇടിച്ച് പൊട്ടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. എന്നാലേ ചിലപ്പോ അത് കേടായി കാണും, അതാ അത്രയും ബലം. കേടായിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ മോളെ. വേണ്ട രാജേട്ടാ, വിട്. ഒന്നുകൂടെ നോക്കട്ടെ. ഇതിനെ ശരിയാക്കിട്ട് എന്റെ കാര്യമുള്ളൂ മോളെ. ഇതിനെ ഞാൻ വേണ്ട രാജേട്ടാ, അതൊന്നും കളഞ്ഞിക്കേ. ഇല്ല മോളെ, ഇതിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല മോളെ. പൊട്ട് 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 പെട്ടത് പൊട്ട്. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, രാജേട്ടൻ അധികം കൊണ്ടോ, ഞാൻ പൊട്ടിക്കാം. മോളെ, ഇതിനെ ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുകയാണ് പൊട്ടിക്കാൻ. ഇത് ഉറപ്പായിട്ടും ഞാൻ പൊട്ടിച്ചിരിക്കും, ഉറപ്പാണ്. മോളെ മാറുന്നില്ലേ, ഞാൻ പൊട്ടിക്കാം. ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് നടന്നില്ല, എന്നിട്ടല്ലേ നന്ദിനി മോളെ കൊണ്ട് പറ്റുന്നത്. ഞാൻ പൊട്ടിക്കാം. അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയല്ലേ രാജുവേട്ടാ, തന്നു നോക്ക്, എന്താ സംഭവിക്കാന്നറിയാലോ. ഇത്രയും നേരം എന്നെ കൊണ്ട് പറ്റില്ല, എന്നിട്ടാണ് ഇനി മോള് ഇതിനെ പൊട്ടിക്കാൻ പോകുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ മോള് പൊട്ടിക്കുകയാണെങ്കിൽ നന്ദിനി മോളെ ഞാൻ സമ്മതിച്ചു. രാജുവേട്ടാ, വെറുതെ വാശി കയറ്റല്ലേ. വാശി തന്നെ. മോളൊന്ന് പൊട്ടിക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്ക്. ഞാൻ മാറിയിരിക്കും. പൊട്ടിക്ക്. ഒറ്റയടിക്ക് ഇത് പൊട്ടിക്കുകയാണെങ്കിൽ നന്ദിനി മോള് പറയുന്ന കാര്യം ഞാൻ അനുസരിക്കും, ഉറപ്പായിട്ട് ഞാൻ അനുസരിക്കും. എന്നാ ശരി. ഈ നേരം വരെ ഞാൻ തട്ടി പൊട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. വെറുതെ കൈ കളയരുതേ, നല്ല സ്ട്രോങ് ആണിത്. ചെയ്യാൻ പറ്റാത്ത ചെയ്ത് നോക്കുമ്പോഴല്ലേ രാജുവേട്ടാ ഒരു സുഖം. മാറി. ഇരുമ്പ് പോലെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പൊ പൊട്ടി. അടിപൊളി അടിപൊളി അടിപൊളി. ഇരുമ്പ് പോലെ ഇരുന്നേരം ഒറ്റ അടിക്ക്. മാഡം എന്താ മാഡം എന്താ വന്നേ? ഒന്നുമില്ല, ശരിക്കും ഒന്നുമില്ല. വേദ മാഡത്തിന് എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്റെ പൊന്നു മോളെ, അപ്പോഴേ കുറച്ച് നേരമായിട്ട് ഈ രണ്ടുപേരും നമ്മളെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അത് പോട്ടെ, എന്നാലും മോളെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ നിസ്സാരല്ലേ രാജേട്ടാ. പക്ഷെ രാജേട്ടൻ ബെറ്റ് തോറ്റതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇനി ഇതുപോലെ ബെറ്റ് വയ്ക്കാൻ വരാതിരുന്നാ മതി. വെറും ഭാഗ്യം മാത്രമല്ല, കൈക്കരുത്തും ഉണ്ട് അവൾക്ക്. കൈക്കരുത്തോ മഹാഭാഗ്യോ എന്ത് തന്നെ കൂട്ടിനുണ്ടായാലും അവൾ എന്നെ തല്ലിയ അപമാനം എന്നെ വിട്ട് പോവില്ല വേദേ. അതെന്റെ മനസ്സിൽ നിന്ന് പോണെങ്കിൽ അവൾ എന്റെ മുൻപിലൊന്ന് വീഴണം, തല തല്ലി വീഴണം. ഞാൻ ആഗ്രഹിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. എന്റെ വീട്ടിലെ വേലക്കാരി എന്റെ മുൻപിൽ ഒരു നിമിഷം ഒന്ന് തോൽക്കണമെന്നല്ലേ? പത്മയുടെ മകളെ, സുദേവന്റെ മകളെ ഒരു നിമിഷം ഒന്നും ജയിക്കണമെന്നല്ലേ? അതത്ര ദൈവനിഷേധാണോ?
അത്യാഗ്രഹമാണോ? നീ പറ. ചേച്ചി, അവളുടെ കാര്യത്തില് ഇനി നമ്മൾ അല്പം അത്യാഗ്രഹം കാണിച്ചാ പോലും അത് തെറ്റല്ല. അവളെ നമ്മുടെ വെറും വേലക്കാരിയാ. ഒരു തവണയല്ല, 1000 തവണ നമ്മൾ അവളെ ജയിക്കേണ്ടതാ. പക്ഷെ ഏട്ടൻ ഇങ്ങനെ രക്ഷകന്റെ വേഷം കെട്ടി നിൽക്കുന്നതാ കുഴപ്പം. പിന്നെ ആ താന്നിയൂരമ്മയുടെ അനുഗ്രഹവും. അതൊന്നും ഓർത്ത് എനിക്ക് ക്ഷമിക്കാനാവില്ല വേദേ. ഒരു ദിവസം അല്ലെങ്കിൽ 1 or 2 ദിവസം എഴുന്നേൽക്കാൻ വയ്യാതെ അവൾ ആ കട്ടിലൊന്ന് കിടന്നാല് ആ സമയത്തിനുള്ളിൽ എന്റെ പക മുഴുവൻ ഞാൻ തീർത്തോളാം. അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നിന്റെ മനസ്സിൽ? ഇത്രയും സിൻസിയറായിട്ട് ചേച്ചി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് നടത്തി തന്നില്ലെങ്കിൽ മോശമല്ലേ? ഞാനേ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ? ഇത് ചെയ്യാൻ പറ്റുമോ? അവൾ എന്റെ മുൻപിൽ വീഴുമെങ്കിൽ എന്ത് റിസ്ക് വേണമെങ്കിലും ഞാൻ എടുക്കാം. എങ്കിലേ ധൈര്യമായിട്ട് ഇതങ്ങ് ചെയ്തോ. അവള് വീഴും. വീണ് കിടന്ന് ചേച്ചിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷെ സൂക്ഷിക്കണം. ഞാൻ ഏറ്റു. നാളെ നേരം വെളുക്കുമ്പോ നീ പറഞ്ഞ കാര്യം ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിരിക്കും.